നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് 2 വയസ്സുകാരിയായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ എഫ്ഐആറിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാണാതായ മേരിക്ക് 3 അടി ഉയരവും മെലിഞ്ഞ ശരീരവുമാണ്. കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള ടീഷർട്ടാണ് കാണാതായപ്പോൾ കുട്ടി ധരിച്ചിരുന്നത് എന്നാണ് വിവരം. കുട്ടിയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുന്നവർ 047127431995 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മകളെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിൽ എത്തിയവർ എടുത്തുകൊണ്ടുപോയി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റമീന ദേവി ദമ്പതികളുടെ മകൾ മേരിയാണ് കാണാതായത്. ഇന്നലെ 12നും 1 മണിക്കും ഇടയിലായിരുന്നു സംഭവത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. അതിർത്തികളടക്കം അരിച്ചു പെറുക്കിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ കുട്ടിയുടെ സഹോദരന്റെ മൊഴിയിൽ അവ്യക്തത തുടരുകയാണ്. അമ്മയുടെ കരച്ചിൽ കേട്ടാണ് താൻ എഴുന്നേറ്റതെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനം കണ്ടിട്ടില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന കുട്ടിയുടെ മൊഴി. എന്റെ മകൾ എന്ന അമ്മ കരയുന്നത് കേട്ടാണ് എണീറ്റതെന്നാണ് ഇളയ സഹോദരന്റെ മൊഴി. എന്നാൽ ഈ സഹോദരങ്ങളുടെ മൊഴികൾ തമ്മിൽ അവ്യക്തത തുടരുകയാണ്. കാരണം ആദ്യം കുട്ടിയെ മിഠായി കാണിച്ച് അല്ലെങ്കിൽ ചോക്ലേറ്റ് കാണിച്ച് കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയതാണെന്നും പിന്നീട് അല്ല കുഞ്ഞിനെ ബലമായി പിടിച്ചുകൊണ്ട് പോയതാണെന്നും പിന്നീട് ഇതെല്ലാം ഇളയ സഹോദരൻ പറഞ്ഞ് കേട്ട അറിവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുമാണ് കുട്ടിയുടെ മൂത്ത സഹോദരൻ മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൊഴികൾ തമ്മിൽ വളരെയധികം അവ്യക്തത തുടരുന്നുണ്ട്. അതേസമയം ഇപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ഇപ്പോൾ വിലയിരുത്താനാകില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കുട്ടിയെ ആദ്യം കണ്ടെത്തുക എന്നതാണ് വളരെ നിർണായകം. എന്തായാലും ഈ പ്രദേശത്ത് വന്നുപോയവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. 1 മണിക്ക് കുഞ്ഞിന്റെ അമ്മ എണീറ്റ് നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കാണാത്ത വിവരം അറിയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. തന്റെ മകൾക്കായി അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ്. കുഞ്ഞെന്തായാലും സുരക്ഷിതമായി അവരുടെ കൈകളിൽ എത്തണം. നമ്മൾ പറ്റുന്ന അത്ര രീതിയിൽ ഈ വാർത്തകൾ ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് നമുക്ക് കുഞ്ഞിനെ കണ്ടെത്താനാകുകയുള്ളൂ. എന്തെങ്കിലും വാർത്ത അറിയുന്നവർ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കുക. എന്തായാലും ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസാണ്.